മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ എ സജീവൻ, നമുക്കറിയാം ഈ വാവിട്ട വാക്കുകൾ പലപ്പോഴും നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് എത്രമാത്രം ഗുരുതരമായ കാര്യമായി മാറുമെന്ന് ഇപ്പോഴിതാ അതിനെയൊക്കെ മേലെ വയ്ക്കുന്ന ഒരു പ്രതികരണമാണ് ജി സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് പോസ്റ്റൽ വോട്ടുകളെ അട്ടിമറിച്ചു എന്നുള്ള രീതിയിലാണ് പ്രതികരണം വരുന്നത്. എന്നാൽ ആ ഒരു പ്രതികരണം എത്രമാത്രം ഗൗരവതരമാണെന്നുള്ളത് അദ്ദേഹം ആ ഒരു പ്രസ്താവനയ്ക്ക് ശേഷവും മനസ്സിലാക്കുന്നില്ല. കൊലക്കുറ്റമൊന്നും അല്ലല്ലോ ചെയ്തതെന്നാണ് അദ്ദേഹത്തിന്റെ പിന്നെയുമുള്ള പ്രതികരണം. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇതിനെ ഒരു വിവരക്കേട് എന്ന് പറഞ്ഞാൽ പോരാ. കാരണം സാധാരണ രീതിയിൽ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ വാവിട്ട വാവ് എന്ന വാക്കെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ അബദ്ധത്തിൽ പറഞ്ഞു, പ്രസംഗത്തിന്റെ മധ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞാണെന്ന് പറഞ്ഞ് പിന്നീട് അത് തിരുത്താനുള്ള അവസരം ഉണ്ടാകും. സുധാകരൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള മാറ്റവുമില്ല എന്ന് സ്ഥാപിക്കുകയാണ്. കൊലക്കുറ്റം ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് നിയമപരമായിട്ട് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിയമപരമാതെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണല്ലോ. അങ്ങനെ ചെയ്തു എന്ന് സ്വയം സമ്മതിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും അത് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് സാധാരണഗതിയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത് തീരെ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്താൻ പല പാർട്ടികളും പല രീതിയിൽ കള്ളവോട്ട് ഉപയോഗിക്കാറുണ്ട്, മറ്റു പല രീതിയിലും കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതേപോലെയാണ് പോസ്റ്റൽ വോട്ടുകളിൽ തിരിമറി നടത്താറുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ തിരിമറി നടത്തുമ്പോഴോ കള്ളവോട്ട് ചെയ്യുമ്പോഴോ ഒക്കെ അത് അങ്ങനെ ഞങ്ങൾ ചെയ്തു എന്ന് ഒരിക്കൽ പോലും സമ്മതിക്കാറില്ല. ഇവിടെ സാധാരണ പ്രവർത്തകനല്ല ഇത്തരം കാര്യം പറഞ്ഞിരുന്നത്. അദ്ദേഹം പാർട്ടിയുടെ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ്, മന്ത്രിയായിരുന്ന ആളാണ്. ഇപ്പോഴദ്ദേഹത്തിന് കാര്യമായ സ്ഥാനമില്ലെങ്കിലും അദ്ദേഹത്തെ പാർട്ടി അവഗണിച്ചുവെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് തീർത്തും തെറ്റായ കാര്യമാണ്. കാരണം ഒരു പാർട്ടിയെ പൂർണ്ണമായിട്ട് അദ്ദേഹം കുരുക്കിലാക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല സ്വയം കുരുക്കിലാവുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് ചെയ്തു എന്നത് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ, എന്നോട് ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മറുപടി കൊടുത്തിട്ടുണ്ട്, ഞാൻ കൊലക്കുറ്റം ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ചെയ്ത കാര്യത്തും കൊലക്കുറ്റത്തേക്കാൾ ചെറുതാണെങ്കിലും ചെയ്തു എന്ന് സ്ഥാപിക്കുകയാണ്, അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും അത് അദ്ദേഹത്തിനെതിരെയുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുള്ള ശക്തമായിട്ട് നാസറിന്റെ ഒരു പ്രതികരണം മാത്രമാണ് വന്നിട്ടുള്ളത്. ബാക്കി പാർട്ടി നേതാക്കന്മാരാരും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ അല്ല മറ്റാരെങ്കിലൊന്നും ഇതിൽ പ്രതികരിച്ചിട്ടില്ല. സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് സമ്മതിക്കുന്ന സുധാകരനെതിരെ പാർട്ടിയുടെ ഭാഗത്തുനിന്നൊരു നടപടി അത്യാവശ്യമായിട്ട് ഉണ്ടാവേണ്ടത്. കാരണം അദ്ദേഹം പാർട്ടിയെ കുരുക്കിലാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നേരത്തെ നമുക്കറിയാം, അദ്ദേഹം വളരെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷേ കുറച്ചു കാലമായിട്ട് സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. സ്വന്തം പാർട്ടിയെ കുരുക്കിലാക്കുന്ന ഒരു നേതാവിനെയും ആ പാർട്ടിക്കാർ മാത്രമല്ല ആരും അംഗീകരിക്കില്ല. കാരണം അതൊരു തെറ്റായ കാര്യമാണ്. അദ്ദേഹത്തിന് കിട്ടാവുന്ന പല പദവികളും അദ്ദേഹം മന്ത്രി വരെ ആയിക്കഴിഞ്ഞ ആളാണ്. കാരണം അത് കഴിഞ്ഞതിന് ശേഷം പാർട്ടിയെ അവഗണിക്കുക, പാർട്ടിയെ തള്ളിപ്പറയുക, പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തുക എന്നൊക്കെ പറയുന്നത് തെറ്റായ കാര്യമാണ്. എന്തായാലും അതൊക്കെ പിന്നെ രാഷ്ട്രീയമായ കാര്യങ്ങൾ. ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം അട്ടിമറി നടത്തിയിരിക്കുന്നു. ഒരിക്കൽ പോലും പ്രവർത്തിക്കാൻ പാടില്ലാത്ത കാര്യം അദ്ദേഹം പ്രവർത്തിക്കുന്നുവെന്ന് സ്വയം വെളിപ്പെടുത്തിയത് കൊണ്ട് ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ശക്തമായിട്ട് ഉണ്ടാകണമെന്നാണ് എന്റെ അഭിപ്രായം. അതുതന്നെയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിപക്ഷം ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷം അടക്കം പറയുന്നത് തങ്ങൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ CPM തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, അതിന് അടിവരയിടുന്ന തരത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. ആ ഒരു തരത്തിൽ സ്വയം അടിക്കേണ്ട ഒരു വടി കൊണ്ട് എതിർകക്ഷികൾക്ക് കൊടുത്തതുപോലെ ആയില്ലേ ഒരു പ്രസ്താവന? തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ ആയുധമാക്കുക എന്ന് പറഞ്ഞാൽ അവരായുധമാക്കില്ല, ഈ ആയുധമാക്കിയിട്ടുള്ളത് സുധാകരൻ തന്നെയാണ്. കാരണം അദ്ദേഹം പറയുന്നതോട് കൂടിയിട്ട് പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും പല ആരോപണങ്ങളൊക്കെ ഉന്നയിക്കും. ആ ആരോപണങ്ങളൊക്കെ അതിനെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ എന്നുള്ള രീതിയിൽ തള്ളിക്കളയാൻ എളുപ്പമാണ്. പക്ഷെ ഇതല്ല, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന്
പ്രത്യേകമായൊരു പ്രകോപനവും ഇല്ലാതെ ഒരു പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതിന് ചിലപ്പോൾ ചോദ്യത്തിനിടയിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ കുഴപ്പമില്ല. ഇതല്ലല്ലോ. അദ്ദേഹം പ്രസംഗിക്കുന്നതിനിടയിൽ വളരെ പറയുന്ന കാര്യങ്ങൾ ആരും അദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. അദ്ദേഹം സ്വയം പറയുന്ന കാര്യമാണ്. മാത്രമല്ല അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം ആണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അദ്ദേഹം പറയുന്നത് എനിക്കേറെ കേസെടുത്താലും ഇല്ല എന്ന് പറയുമ്പോൾ തനിക്കെതിരെ കേസ് വരുമെന്ന് സുധാകരന് വളരെ കൃത്യമായിട്ട് അറിയാമെന്ന് തന്നെയാണ് അത് വ്യക്തമാകുന്നത്. അത് പിന്നെ ഒരു വളരെ ലാഘവത്തോടുകൂടി കാണേണ്ട കാര്യമില്ല. ഇത് പ്രതിപക്ഷം ആയുധമാക്കി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സ്വയം തനിക്കെതിരെയുള്ള ഒരു ആയുധമായിട്ട്, വെറും വടിയെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ കൂടിയ ഒരായുധമായിട്ട് സുധാകരൻ തന്നെ പ്രയോഗിച്ച് തനിക്കെതിരെ ആണെങ്കിലും കുഴപ്പമില്ല, ആ പാർട്ടിക്കെതിരെ ഒരു വലിയ ആയുധമായിട്ട് അദ്ദേഹം ഇത് ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു പ്രസ്താവന അത് വീണ്ടും വിചാരമില്ലാത്ത ഒരു പ്രസ്താവനയായിരുന്നോ, അതോ പാർട്ടിയെ പ്രതികൂലമാക്കാനുള്ള ഒരു രീതിയാകുമോ? കാരണം സുധാകരന്റെ പാർട്ടിയുമായി പലതരത്തിലുള്ള വിയോജിപ്പും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിലാകുമോ, അതോ വീണ്ടും വിചാരമില്ലാതെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു സംസാരത്തിന്റെ ഇടയിൽ വന്നുപോയ ഒരു പ്രസ്താവനയായി നമുക്കിതിനെ കണക്കാക്കാമോ? ഒന്നുമല്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ മന്ത്രിയായിരുന്ന ആളാണ്, നിയമവശങ്ങളെ കുറിച്ച് അറിയാവുന്ന ആളാണ്, കേസ് വരുമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്ന ഒരാളാണോ സുധാകരൻ? വീണ്ടും ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴും. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ പറഞ്ഞ തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണ് പിന്നീട് ഉണ്ടാവേണ്ടത്. നമ്മൾ അതല്ലല്ലോ കണ്ടിട്ടുള്ളത്. സുധാകരൻ ആവർത്തിച്ച് പറയുന്നത്, ഏറ്റവും ഒടുവിൽ പോലും അദ്ദേഹത്തിന് വന്നിട്ടുള്ള പ്രതികരണം പറയുന്നത് അത് ഞാൻ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ്. അപ്പൊ കൊലക്കുറ്റം ചെയ്താൽ മാത്രമേ തെറ്റാവൂ എന്ന രീതിയിലുള്ളൊരു മനോഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. ഈ ചെയ്തത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്തേണ്ട കാര്യങ്ങൾ, അത് മറ്റുള്ള ആളുകൾ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരല്ലാത്ത ആളുകൾ ബാലറ്റ് പേപ്പർ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥയാണ്. അത് നിയമമാണ്. അത് മറ്റാൾക്കെതിരെ ഇടപെടാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു. ഇത് ബാലറ്റ് പേപ്പർ, പോസ്റ്റൽ ബാലറ്റ് അതല്ല പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയിട്ട് ആ പൊട്ടിച്ചു നോക്കിയിട്ട് തങ്ങൾക്കെതിരായിട്ടുള്ള വോട്ടുകൾ മാറ്റിയിട്ട് തങ്ങൾക്ക് അനുകൂലമാക്കിയിട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയെന്ന് മറ്റാരെങ്കിലും ആരോപിക്കുന്നതല്ലോ. അത് നടത്തിയെന്ന്, ഞങ്ങൾ നടത്തിയെന്ന് പറയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ ഗുരുതരമാണ്. അതൊരു വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി എന്നുള്ളതല്ല പറയേണ്ടത്. വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി പലപ്പോഴും ആകസ്മികമായി പറഞ്ഞു പോകുന്നതാണ്, ഒരു ഓർക്കാപ്പുറത്ത് പറഞ്ഞു പോകുന്ന കാര്യമാണ്. ഇവിടെ അതല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓർക്കാപ്പുറത്ത് പറഞ്ഞു പോയി, എന്തായാലും പ്രസംഗത്തിനിടയിൽ ഇങ്ങനെ ആവേശത്തിൽ പറഞ്ഞു പോയി എന്ന് വെക്കുക. എന്നാൽ പോലും അത് പിന്നീട് അതിൽ നിന്ന് അങ്ങനെ ആയിരുന്നില്ല അത് ഉദ്ദേശിച്ചത്, ഞാനൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞതായിരുന്നു എന്നൊക്കെ രീതിയിലേക്ക് അദ്ദേഹം പറയേണ്ടതായിരുന്നു. അതുപോലും സുധാകരൻ പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് വളരെ കൃത്യമായ ബോധ്യത്തോട് കൂടിയിട്ട്, വളരെ സ്വബോധത്തോട് കൂടിയിട്ടാണ് സുധാകരൻ ഇത് പറഞ്ഞത് എന്ന് തന്നെ നമ്മൾ കരുതണം. ശരി സർ, വളരെയധികം നന്ദി പ്രതികരണത്തിന്.